എപ്പിസോഡ് 1 ഓഫ് ബിയോണ്ട് സ്പേസസ്. നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലെ സ്കൈലൈൻ ബ്രാഞ്ചിലുള്ള ഒരു പ്രീമിയം ലക്ഷറി വില്ലയിലാണ്. ഈ ലക്ഷറി പ്രീമിയം വില്ലയുടെ ആർക്കിടെക്റ്റ് ആണ് നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ അക്ഷയ് മോഹൻ. സോ സർ, ഈ ഒരു വില്ലയുടെ ഒരു ബാക്ക് സ്റ്റോറി, എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയത്, ക്ലയൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരുന്നു, ഇതൊന്ന് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. Oh sure. First of all, thank you Leah for having me here. സോ ഈ ഒരു പ്രോജക്റ്റ് തൃപ്പൂണിത്തുറയിലെ സ്കൈലൈൻ്റെ റാഞ്ചസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് വളരെ പ്രീമിയം ആയിട്ടുള്ള ലക്ഷറി വില്ലയാണ്. സോ ഈ ക്ലയൻറ്റ് മിസ്റ്റർ അനൂപ് ആൻഡ് ഫാമിലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്ന പ്രൊജക്റ്റായിരുന്നു. കാരണം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെ കണ്ടംപററി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വില്ലയിൽ ഹോമോജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ ആളുടെ ഒരു പേഴ്സണലൈസേഷൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ചലഞ്ച്. സോ ആൾക്ക് ഭയങ്കര രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഒന്നുമല്ല ആൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ വളരെ മിനിമൽ ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ വേണം എന്നുള്ളതായിരുന്നു ആളുടെ ആഗ്രഹം. സോ അത് നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് ആ ഡിസൈൻ ജേർണി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ കാണാം. സോ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ തരാൻ പറ്റും? പ്ലീസ്. യാ ഷുവർ, കം. സർ, ഈ ടോട്ടൽ പ്രൊജക്ട് ഫിനിഷ് ചെയ്യാൻ എത്ര ടൈം എടുത്തു? നമ്മൾ 2.5 months കൊണ്ടാണ് ഈ ടോട്ടൽ പ്രൊജക്ട് തീർത്തത്. ടോട്ടൽ പ്രൊജക്ട് 2.5 monthsലാണ്. കാരണം വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സമയം മതി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ക്ലയൻറ്റ് പുറത്തായിരുന്നു. സോ ഡിസൈൻ ഫേസ് മൊത്തം നമ്മൾ ആ സമയത്ത് തീർത്തിട്ട് ക്ലയൻറ്റ് ഒരു സമ്മർ വെക്കേഷനിൽ വരുന്നതിന് മുമ്പ് നമുക്കിത് തീർക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അത് പ്ലാൻഡ് ആയിട്ട് പോയതുകൊണ്ട് PMC കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് 2.5 months നമ്മൾ ഓൾമോസ്റ്റ് തീർത്തു. ഒരു ഹൈബ്രിഡ് മെക്കാനിക്സിലാണ് ചെയ്തത്. കുറേ മോഡുലാറായിട്ടും കുറേ നമ്മൾ ഓൺ സൈറ്റ് വർക്ക് കൂടെ ആയിട്ട് ഓൾമോസ്റ്റ് 2.5 months നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഈ ഗരാജിനും ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന മാതിരി ഒരു കാർ ഷെഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് മാറ്റി ഒരു തീർച്ചയായിട്ടും കുഡോസ് ടു സ്കൈലൈൻ ടീമിന്. കാരണം അവരുടെ ഈ പ്രോജക്റ്റിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ടോട്ടലി ഈ ഡിസൈൻ എല്ലാ ഡിസൈൻസും ആക്ച്വലി നമ്മൾ കൺവെൻഷനലായിട്ട് കണ്ടുവരാത്ത ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഗരാജിൻ്റെ സിസ്റ്റം ആണെങ്കിലും ഒരു കുറച്ചുകൂടി വെസ്റ്റേൺ കൾച്ചറിലേക്ക് ഒരു സിമെട്രിക്കലി വരുന്ന രീതിയിലുള്ള ഒരു ഗരാജാണ് അവർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആയി? നമുക്ക് 3300 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇതിലും കൂടുതൽ ഏരിയാസ് ഉള്ള യൂണിറ്റ്സും ഇവിടെ ഉണ്ട്, സ്കൈലൈനിലുണ്ട്. നമ്മുടെ യൂണിറ്റ് വരുന്നത് 3300 സ്ക്വയർ ഫീറ്റ് ആണ്. സോ ലിവിംഗ് റൂമിൽ ഈ ഒരു പാനൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി ഒന്ന്. അതെ, ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്ന ഒരു സ്പേസ്. ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഏരിയയാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് വരുന്നത്. സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയത് ഡിസൈനിൽ. സോ അതിന് എന്ത് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ പുതിയ ട്രെൻഡിൽ എന്ത് കിട്ടും എന്നുള്ള നമ്മുടെ ആ ഒരു ഗവേഷണത്തിൻ്റെ അവസാനമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എത്തിക്കുക. ഇതെന്ന് പറയുന്നത് ഹേ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മെറ്റീരിയൽ. സോ നമ്മൾ ഇതിൽ തന്നെ 2-3 ഡിഫറെൻറ്റ് അറ്റയർ വരുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡിസൈൻ എലിമെൻറ്റ്സ് വരുന്നത്. ഈ ഫ്ലൂട്ട്സ് റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസൈൻ ടൈപ്പിലുള്ള 2 ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് ഫ്ലൂട്ട്സാണ് നമ്മൾ കൊടുത്തത്. സോ വളരെ കമൻറ്റ്സ് നമുക്ക് എന്താ പറയുന്നത്, വരുന്ന എല്ലാവരുടെ അടുത്തും നന്നായിട്ട് പോസിറ്റീവായിട്ട് കമൻറ്റ്സ് കിട്ടുന്ന ഒരു എലമെൻ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ്. സോ ഇതിപ്പം ദിസ് ഇസ് പ്യുവർലി കോൺക്രീറ്റ്, ഇത് പെയിന്റഡ് അല്ല, ഒന്നുമല്ല. ഇത് കോൺക്രീറ്റ് പാനൽസ് തന്നെയാണ്. ഹേ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഈ ഒരു സോ കോൾഡ് പാനൽസിനെ കൊണ്ടുവരുന്നത്. സോ ഇതൊരു ഫസാഡ് പാനൽ മാത്രമാണ്. നമുക്ക് ആ കൂടെ 2 mm തിക്നെസ് വരുന്ന പാനൽസാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഓൾറെഡി ഉള്ള എല്ലാ വാൾസിലും നമുക്ക് നേരിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വാൾസാണ്. പക്ഷേ നമ്മുടെ ഒരു കോമൺ കളർ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ്, വുഡ് ആൻഡ് ഗ്രേ എന്നുള്ളൊരു കോമൺ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സ്പോസ്ഡ് ഫിനിഷിലുള്ള സിമെൻറ്റ് ഫിനിഷിലുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡിസൈനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഈ ഹേ കോൺക്രീറ്റിൽ അവൈലബിൾ ആണ്. സോ യൂഷ്വലി നമ്മുടെ ഇന്ത്യൻ വീടുകളിലൊക്കെ കാണാം, നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ ബ്ലാങ്ക് സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കൊണ്ടിടാനുള്ള സ്പേസ്. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഒക്യുപ്പൈ ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ആണെങ്കിലും ഒരു പെബിൾസും അങ്ങനെ ഒരു നല്ലൊരു സ്പോട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ സ്പോട്ടിങ് ദാറ്റ്. കാരണം ഇതിന് ബാക്കിലൊരു സ്റ്റോറി ഉണ്ട് ആക്ച്വലി. കാരണം നമ്മൾ ആസ് പെർ ദ ബിൽഡറിൻ്റെ സ്കോപ്പിൽ ഈ ഒരു സീറ്റിംഗ് സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ ക്ലയൻസിന് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒബ്വിയസ്ലി TV ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഈ വീട്ടിൽ എവിടെയും വരുന്നില്ല, പബ്ലിക് ഏരിയ ആയിട്ട്. കാരണം ഇത്രയും വലിയൊരു വില്ല ആയിട്ട് പോലും, പ്രീമിയം വില്ല ആയിട്ട് പോലും ഒരു കോമൺ ഏരിയയിൽ TV കാണാൻ പറ്റുന്നൊരു സ്പോട്ടില്ല. അപ്പം പല വാൾസിലുമായിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എത്രയായിട്ട് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിൽ സെക്കൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഏരിയ ഒബ്വിയസ്ലി നമുക്ക് ഇത്രയും ക്ലിയറൻസ് കിട്ടുന്നതുകൊണ്ട് എന്തുകൊണ്ട് അതിങ്ങനെ ചിന്തിച്ചുവിടാന്നുള്ള ഐഡിയയിലാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ വെച്ചത്. ഇപ്പോൾ നമ്മളെ സർക്കുലേഷൻ നിങ്ങൾ കണ്ടറിയാം, അതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. ഈ സർക്കുലേഷൻ ഒരിക്കലും നമ്മുടെ TV ഏരിയനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. പ്ലസ് അത് നമ്മുടെ ബാക്കിൽ ഈ ഹെയർ കോൺക്രീറ്റ് പാനലോട് വരുന്നതോടുകൂടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള ഒരു TV പാനലായിട്ട് മാറി. പ്ലസ് ആ പെബിൾ ബോക്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ അതും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീരിയർ, ഈ ടോട്ടൽ സ്പേസിൻ്റെ ഒരു പാർട്ടായിട്ട് കൂടെ അത് മാറുകയാണ് ചെയ്തത്. അതാണ് അതിനുള്ളൊരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. സോ അടുത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. സോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ ഡൈനിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയനെ കുറിച്ച് പറയാം. ദിസ് ഇസ് ആക്ച്വലി ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയ്ക്ക് വരുന്ന ട്രാൻസിഷൻ ഏരിയയാണ്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ദോ ലിവിങ് ഡൈനിങ് കണക്റ്റഡ് ആണെങ്കിൽ കൂടി നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ഏരിയ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇത് ഒരു ഫങ്ഷണൽ ഏരിയ കൂടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കറിയില്ല. ബട്ട് കറൻ്റ്ലി ഈ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നമ്മളൊരു സെൻട്രലൈസ്ഡ് AC ആണ് ചെയ്തിട്ടുള്ളത്. സോ റൈറ്റിലേക്ക് 2 ടണ്ണും ലെഫ്റ്റ് സൈഡിലേക്ക് 2.5 ടണ്ണുള്ള AC യൂണിറ്റ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ വിഷ്വലി പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് ട്രാൻസിഷൻ ഏരിയയ്ക്ക് നമ്മൾ AC ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഷോക്കേസ് ഷെൽഫും കൂടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇതിലേക്ക് കണ്ടാൽ അറിയാം ഈ ഒരു സ്പേസ് മൊത്തം ഒരേ തീമിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഗ്രേ വുഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത്. സോ ആ ട്രാൻസിഷൻ ഏരിയ കൂടെ നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഈ ഡൈനിങ് സ്പേസിലേക്കാണ്. സോ ഡൈനിങ് സ്പേസിൽ നമുക്ക് വരുന്ന മേജർ ഒരു ഫോക്കസ് വാളാണ് ആ കാണുന്ന മിറർ വാൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു മിറർ വാളാണ് നമ്മൾ ഏതൊരു ഏരിയയിൽ നിന്നും നേരിട്ട് കാണുന്ന ഒരു ഫാക്ടർ. ഒരു രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക കൺവെൻഷണൽ ആയിട്ടുള്ള കിച്ചൺ ഡൈനിങ് സ്പേസിൽ കാണുന്ന എലമെൻസും ഇല്ലാതെ വളരെ മിനിമലായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലൈറ്റിംഗ് എലമെൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് ആക്ച്വലി നമ്മുടെ ക്ലയൻറ്റ് കസ്റ്റമായിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടുള്ളൊരു എലമെൻറ്റാണ്. സാറ് എനിക്കിത് അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ വൺ ഷോട്ടിൽ ഇത് എഗ്രി ചെയ്തതാണ്. ഇതും ഒരു ഫോക്കസ് എലമെൻറ്റാണ്. ഞാൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഡോറിൽ നിന്ന് നോക്കി ആദ്യം കാണുന്ന ഒരു എലമെൻറ്റ് കൂടിയാണ് ഈ ഡൈനിങ് ടേബിൾ പ്ലസ് ആ ഒരു ഏരിയ. അതുപോലെ മറ്റൊരു റിക്വയർമെൻറ്റ് ക്ലയൻറ്റ് നമ്മുടെ മുമ്പിൽ മസ്റ്റായിട്ടും ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു പൂജാ റൂം. സോ ഈ ലിവിങ് പ്ലസ് ഈ ഡൈനിങ്ങിൻ്റെ ഈ ഒരു കോമൺ ഏരിയയിൽ എങ്ങനെ പൂജാ റൂം ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചലഞ്ചായിരുന്നു. കാരണം നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ട് ഈ പൂജാ റൂം സ്പേസ് വെച്ച് കഴിഞ്ഞാലും അതൊരു പ്രൊട്രൂഡായിട്ട് നിൽക്കുന്ന ഒരു എക്സ്റ്റൻഷനായിട്ട് നിൽക്കുക. സോ നമ്മുടെ ആസ്പെർ ബിൽഡറിൻ്റെ കണ്ടീഷനിൽ ഈ ഒരു ലൈനിലായിരുന്നു ബിൽഡിംഗ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സ്ലൈഡിങ് ഡോറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈനിലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രപ്പോസൽ ചെയ്തു. ബേസിക്കലി ഈ ബിൽഡിംഗ് ലൈനിൽ നമ്മൾ പുറത്തോട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗ്ലാസ് ഷട്ടേഴ്സ് പുറത്തോട്ട് വെക്കുകയാണെങ്കിൽ ഈ ഡൈനിങ് സ്പേസ് എക്സ്റ്റെൻഡ് ആവുകയും അതിനോട് തന്നെ ഒപ്പം തന്നെ നമുക്ക് ഈ പൂജാ റൂം ഒപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. സോ ഇതിൻ്റെ ഒരു കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോർ തുറന്ന് ആദ്യം കാണുന്ന എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ രീതിയിലുള്ള ഒരു എസ്തെറ്റിക്കൽ ഇമ്പാക്റ്റും ഈ ഒരു ഡിസൈനിലുണ്ട്. സോ പൂജാ റൂമിൻ്റെ സൈസിനെ കുറിച്ചും അതിൻ്റെ മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയാസ് നമ്മുടെ ക്ലയൻറ്റിനുണ്ട്. സോ അതിനനുസരിച്ചുള്ള ഒരു പൂജാ റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. വളരെ മിനിമലായിട്ട് വളരെ നമ്മുടെ ഒരു ഫ്ലൂട്ടഡ് ഡിസൈനോടും ലൈൻസിനോടും മാച്ചപ്പ് ആയത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പൂജാ റൂമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും മറ്റൊരു എലമെൻ്റാണ്, പറയാതിരിക്കാൻ വയ്യാത്ത എലമെൻ്റാണ്. ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഒഴിവാക്കാനാവാത്തൊരു ഘടകമാണ് കിച്ചൺ. സോ കിച്ചൻ്റെ കേസിൽ അഗെയിൻ ഈ ബിൽഡറുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ജസ്റ്റ് ഒരു ഡോർ ഓപ്പണിംഗ് ആയിരുന്നു ഫ്രം ഡൈനിങ് ടു കിച്ചൺ. പക്ഷേ നമ്മുടെ ക്ലയൻറ്റിന് വളരെ സ്പെസിഫിക് ആയിട്ട് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പൺ കിച്ചൺ വേണം, അതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, പ്ലസ് അവർക്ക് ഈ ചെറിയൊരു കിച്ചൺ സ്പേസിൽ ഒരു ഐലൻഡ് കിച്ചൺ വേണം എന്നുള്ള കൂടി റിക്വയർമെൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. ഞങ്ങളുടെ ഡിസൈൻ ടീമും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഡിസൈൻ ടീമും കൂടെ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്ഡ് ഐലൻഡ് ഡിസൈനിലേക്ക് എത്തിയത്. സോ ഈ ഷേപ്ഡ് ഐലൻഡ് ഡിസൈനിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ പ്രോപ്പർ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, വർക്കൗട്ട് ചെയ്തെടുത്തു. അപ്പം ഈ ഒരു കിച്ചൺ ലേഔട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. കുക്കിങ്ങിൽ ഒബ്വിയസ്ലി നമുക്കറിയാം കിച്ചണിലെ കിച്ചൺ ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് കിച്ചൻ്റെ ഹോബ്, സിങ്ക് ആൻഡ് ഫ്രിഡ്ജ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന 3 ഏരിയാസിലാണ്, കുക്ക് ചെയ്യുന്ന ഏരിയാസിലാണ് നമ്മൾ ഇത് 3 പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് നമുക്ക് ഈ ഐലൻഡ് കിച്ചനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഷട്ടേഴ്സ്, ബൈഫോൾഡിങ് ഷട്ടേഴ്സ് എല്ലാം നമ്മളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ക്ലയൻറ്റിന് ഇതൊരു SS കിച്ചനായിട്ട്, അതായത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് കിച്ചണിൽ ഏറ്റവും കൂടുതൽ വിയർ ആൻഡ് ടിയർ കുറയ്ക്കുന്നത് സ്റ്റെയിൻലെസ്
സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺസ് ആണ്. സോ ഇത് കിച്ചൺ 7 എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു SS കിച്ചനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കാണാൻ പറ്റും എല്ലാ ഷട്ടേഴ്സും കൺസോൾസും എല്ലാം SS സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രോക്കറി യൂണിറ്റിൽ ടോട്ടൽ യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള ഈ എല്ലാ ഏരിയ മെറ്റലും ഇതിൻ്റെ കാർക്കാസും ഷട്ടേഴ്സും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. സോ ടോട്ടൽ ഏരിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള റസ്റ്റിൻ്റെ ഇഷ്യൂസും പിന്നെ ഈ പറയുന്ന മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ പ്രശ്നങ്ങളും, കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് കാരണം മോയ്സ്ചർ കണ്ടൻറ്റ് കിച്ചണിൽ വരിക എന്നുള്ളത്. ഇപ്പോൾ കിച്ചണാണ് എപ്പോഴും റീവർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ SS കിച്ചണിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് ആ ഒരു കൺസേൺ ഇവിടെ സോർട്ട് ആവുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഇനി കണ്ടാൽ അറിയാം ഇവിടെ നിന്നാണ് ആക്ച്വലി നമ്മുടെ ഫുൾ വാളിൻ്റെ വ്യൂ വരുന്നത്. ഡബിൾ ഹൈറ്റ് സ്പേസിലുള്ള ടോട്ടൽ വാളിൻ്റെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നോക്കാം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ ഫ്ലോട്ട്സും ബിഗർ ആൻഡ് സ്മോളർ ഫ്ലോട്ട്സും ഇപ്പുറത്ത് നമ്മുടെ ഈ എഡ്ജ് ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടോട്ടൽ സ്പേസിൻ്റെ വോളിയം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലോക്കിന് ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ ക്ലയൻറ്റ് സ്പെസിഫിക് ആയിട്ട് പുറത്തുനിന്ന് ആളുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് കൊണ്ടുവന്ന ഒരു ക്ലോക്കാണ്. അദ്ദേഹം കൊണ്ടുവന്ന 2 എലമെൻറ്റ്സ് ആണ് ഈ ഒരു ഷാൻലിയറും ഈ കാണുന്ന ക്ലോക്കും. അപ്പോൾ നമ്മുടെ ഡിസൈൻ ആസ്പെക്ട്സിൽ അദ്ദേഹം വളരെ രീതിയിൽ ഈ ക്ലയൻറ്റ്സ് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ആക്ച്വലി പ്രോജക്റ്റ് യുണീക്ക് ആവുന്നത്. കാരണം ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും നമ്മളാണല്ലോ, ബട്ട് ഒരു ക്ലയൻറ്റിന് ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ പ്രോജക്റ്റ് ബ്യൂട്ടിഫുൾ ആവും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യമാണ്, ഇതിൽ എവിടെയും നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ്സിൻ്റെ അധികം പ്രാധാന്യം കാണില്ല. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണ് ഈ ഒരു ട്രാക്ക് ലൈറ്റിംഗ്. ഒരുപാട് പ്രീമിയം ലക്ഷറി നമ്മുടെ പ്രോജക്ട്സിൽ മാത്രം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണിത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിലേക്ക് ഡയറക്റ്റ്ലി ആ ലൈറ്റ്സ് കാണില്ല. ജസ്റ്റ് ഈ ലൈറ്റ്സിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ അറിയാം എല്ലാം ബോട്ടം ലൈറ്റ്സ് ആണ്. സോ ഏത് രീതിയിലും നമുക്ക് താഴത്ത് മാത്രമേ ഈ ലൈറ്റ്സ് കാണുള്ളൂ. താഴത്തെ റിഫ്ലക്ഷൻ നോക്കിയാൽ അറിയാം സ്പോട്ട് ലൈറ്റ്സ് കാണുന്നത് കണ്ടില്ലേ. ബട്ട് ഈ ലൈറ്റ്സ് ഡയറക്റ്റ്ലി നമ്മുടെ കണ്ണിലോട്ട് അടിക്കാത്ത രീതിയിലുള്ള ലൈറ്റ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ എത്ര ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഓഫ് ലൈറ്റ്സും നമുക്ക് ഈ കാണുന്ന ട്രാക്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വെച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റ് ലൈറ്റിൽ എലമെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടുള്ളത്. ബട്ട് അതും ഈ ട്രാക്കിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ്സ് നമുക്ക് ഈ ലൈറ്റ്സിൽ ഈ ട്രാക്കിൽ നമുക്ക് മൗണ്ട് ചെയ്യാം. ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ ട്രാക്ക് ലൈറ്റിൽ കിട്ടുന്നുണ്ട്. ഇതേ ട്രാക്ക് ലൈറ്റാണ് നമ്മൾ എല്ലാ പ്രൊജക്റ്റിലെ എല്ലാ റൂംസിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ റൂം, സൺസ് ബെഡ്റൂം എന്ന് പറയുന്നത്. സോ ഈ റൂം എന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വളരെ ചെറിയ റൂമാണെങ്കിൽ കൂടിയും അവർക്ക് അനുസരിച്ചുള്ള എല്ലാ രീതിയിലും നമ്മൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബെഡ് ഇവിടെ നമ്മുടെ തീമാറ്റിക്കായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്ലോത്തിങ് വെച്ചിട്ട് നമ്മൾ ഫാബ്രിക് വെച്ചിട്ട് ഒരു ബെഡ് ചെയ്തു. അതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു പാനൽ. സോ വൈറ്റ് ആൻഡ് ഗ്രേയുടെ കോമ്പിനേഷനാണ് ഈ ഇദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്, ക്ലയൻറ്റിൻ്റെ ഈ സണ്ണിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. സോ അതിന് പറ്റുന്ന രീതിയിലുള്ള വാൾ ലാമിനേറ്റ്സ് ആണെങ്കിലും ഈ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണെങ്കിലും എല്ലാം ആ ഒരു വെർട്ടിക്കൽ ലൈൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. ആൾക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സീറ്റിംഗ് സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ ബേ വിൻഡോ പോലത്തെ ഒരു ക്രിയേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. സോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പുറത്തോട്ട് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ബേ വിൻഡോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വളരെ ഈ ചെറിയ ഇവൻ ഈ സ്പേസ് ചെറുതാണെങ്കിൽ കൂടിയും എല്ലാ രീതിയിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വെറ്റ് ആൻഡ് ഡ്രൈ വാർഡ്രോബ്സ് അടക്കമുള്ള ഒരു പ്രോപ്പർ ഒരു കോസി ഒരു ബെഡ്റൂംസ് ആണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തത്. ഇത് എന്തായിരുന്നു? നമ്മുടെ ബെഡ്റൂംസിൽ എപ്പോഴും കൊടുക്കുന്ന ഒരു സ്പോട്ട് ലൈറ്റ് ആണ്. നമ്മളെപ്പോഴും കാഷ്വലി നമ്മളെപ്പോഴും കാണുന്ന വെച്ചാൽ വാളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് ആയിരുന്നു. പക്ഷേ ആ ലൈറ്റ്സ് എപ്പോഴും നമ്മുടെ ആ ഒരു സ്ലീപ്പിന് എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈറ്റ്സ് ആണ്. കാരണം ആ ലൈറ്റ് ഓൺ ആക്കിയാൽ വീട് മൊത്തമായിട്ട് ലിറ്റപ്പാവും. ബട്ട് ഈ ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഇത്ര ഏരിയ മാത്രമാണ്. സോ ലീഡിംഗ് ആയിട്ടോ റീഡിംഗ് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ട്രിം ലൈറ്റ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സ്പോട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് അത്. സോ ഇതാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ മകളുടെ ബെഡ്റൂം. സോ അപ്പുറത്ത് നമ്മൾ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എലമെൻറ്റ്സ് നമ്മൾ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്, ഫ്ലൂട്ടഡ് ലാമിനേറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഈ റൂമും കൂടെ ഇവൻ ദോ സിമിലർ ആണെന്ന് തോന്നുവാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പേഴ്സണലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നത് ത്രൂ കളേഴ്സാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം പാലറ്റിൽ തന്നെ വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ പോയതോടുകൂടി 2 റൂമും ഇവൻ ദോ ഒരുപോലെ ആണെങ്കിൽ കൂടിയും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വൈബാണ് നമുക്ക് കിട്ടുന്നത്. ആ പറഞ്ഞ അപ്പുറത്തെ റൂമിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡ്രസ്സിംഗ് യൂണിറ്റ്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമുക്കൊരു പ്രോപ്പർ ബേ വിൻഡോ ഉണ്ട്, സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാൾ ഉണ്ട്. പ്ലസ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാർഡ്രോബാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി ഈ ഒരു ടോൾ യൂണിറ്റ് ആണ്. നമുക്കുള്ള ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ അതായത് നമ്മൾ ഉടുത്തിട്ട് നമ്മൾ മറ്റേ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ
നമുക്കിതിനുള്ളിൽ ഹാങ്ങറിനോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസുകളിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് പോകാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. ഈ വീട്ടിലെ ഏറ്റവും അടിപൊളി റൂമാണ് ഇത് ആക്ച്വലി. ഇത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവിടെ ഫ്രണ്ടിലുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗിവിങ് എ പ്രോപ്പർ ഒരു വ്യൂ ടുവേഴ്സ് ദാറ്റ് വാട്ടർ ബോഡിയാണ് നമുക്ക് ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് സ്പേസ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ്. മുമ്പുണ്ടായിരുന്ന യൂട്ടിലിറ്റി ആയിട്ടുണ്ടായിരുന്ന സ്പേസിനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കൺവേർട്ട് ചെയ്തിട്ട് വാക്ക് ഇൻ വാർഡ്രോബ് ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ റൂം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിട്ട് മാറി. ഇവിടെ ഒരു ടി വി മൗണ്ട് ചെയ്യാനുണ്ട്. ക്ലയൻറ്റ് അത് ഇപ്പോൾ കറൻ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹം മൗണ്ട് ചെയ്തിട്ടുള്ള ടി വി വോൾ ഏരിയയാണ്. പ്ലസ് ടി വിയുടെ യൂണിറ്റാണ് താഴെ വരുന്നത്. പ്ലസ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ രീതിയിലുള്ള ഒരു കുറച്ചുകൂടെ റസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലുള്ള ഫിനിഷുള്ള ഒരു വാൾപേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ കാണുന്നത് സ്റ്റോൺ ലാമിനേറ്റ് ആണെങ്കിൽ അപ്പുറത്ത് കാണുന്നത് ഒരു റസ്റ്റിക് സിമെൻറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കോൺക്രീറ്റ് വാൾപേപ്പറാണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഫ്രൂട്ട്സിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഫ്രൂട്ടഡ് പാനൽ ചെറുതായിട്ട് നമ്മൾ ആ ഒരു വാളിലും കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ആ അഗെയിൻ നമ്മൾ പറഞ്ഞ സെയിം കോൺസെപ്റ്റ്, സെയിം മൊത്തം വീടിൻ്റെ തീമിലോട് ആ ഒരു പേഴ്സണലൈസേഷൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. Hope you all like this video. ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ പ്രോപ്പർട്ടീസും വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ do like, share and subscribe. So until next episode, take care and bye.